ഗുഡ് ആഫ്റ്റർനൂൺ വെർഗോസ്. ഇന്ന് വെർഗോസ് ഓഡിയൻ സയൻസുകാരുടെ റീഡിംഗ് ആണ്. അവർക്ക് ഇത്രയും കാർഡ്സാണ് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അപ്പോൾ അതിൽ ആദ്യത്തെ കാർഡ് തന്നെ 2 ഓഫ് കപ്സിൻ്റെ കാർഡാണ്. ഇവിടെ രണ്ട് പേര് തമ്മിൽ നല്ലൊരു കണക്ഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്, നല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ്, ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു ഫീലിങ്സൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം കാണുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് പേരിൽ ഒരാൾ എന്തോ ഒരു കാര്യം ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയാൾക്ക് ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു അജണ്ട, മോട്ടീവ്സൊക്കെ ഉള്ളതുപോലെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഹിഡൻ അജണ്ടാസ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഈ വായിക്കുന്നത് കേൾക്കുന്നവർ നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യണം. ബി ഓപ്പൺ വിത്ത് യുവർ പാർട്ട്ണർ എബൌട്ട് ദ ഇൻറ്റൻഷൻസ് ആൻഡ് പ്രൊട്ടക്റ്റ് യുവർ ഇൻട്രസ്റ്റ് എന്നാണ് നിങ്ങൾക്ക് തരുന്ന ഒരു അഡ്വൈസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ മൂന്നാമതൊരാൾ കൂടെ വന്നിട്ടുണ്ട്. ഈ മൂന്നാമതൊരാളെന്ന് പറയുന്നത് നിങ്ങളെ ഒരു സപ്പോർട്ടറിനെ പോലെ, ഒരു മീഡിയേറ്ററിനെ പോലെയൊക്കെ ആക്ട് ചെയ്യുന്നു. നിങ്ങൾ മൂന്നുപേരും കൂടെ ചേരുമ്പോൾ നല്ല വൈബൊക്കെയാണ്. ചില വിഷമഘട്ടങ്ങളിൽ നിന്ന് നിങ്ങളെ അയാൾ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്, അതും റിവേഴ്സ്ഡ് ആണ്. അപ്പോൾ നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജി നമ്മളോട് പറയുന്നതെന്ന് വെച്ചാൽ ബി കെയർഫുൾ ആൻഡ് കോഷ്യസ് എന്നാണ്. അവോയ്ഡ് റാഷ് മൂവ്സ്, പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക. സമയമെടുത്ത് ആലോചിച്ചതിന് ശേഷം മാത്രം ആ മൂന്നാമത്തെ ആളിനെ നിങ്ങളുടെ കൂടെ കൂട്ടണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കണം. അതുപോലെ ഇവിടെ കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി ഉണ്ട്, 4 ഓഫ് സോഡ്സിൻ്റെ എനർജി ഉണ്ട്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി വളരെ പരിശ്രമം ചെയ്യുന്നു എന്നാണ്. എന്നാൽ ഇപ്പോൾ ഒരു സ്റ്റെപ്പ് ഒന്ന് പുറകിലോട്ട് വെക്കണം. ആ പുറകിലോട്ട് വെക്കുന്ന ആ പോസ്റ്റ് ടൈമില്ലേ, ആ ടൈമിൽ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആരെയൊക്കെയാണ് ആശ്രയിക്കേണ്ടത്, ആരൊക്കെയുണ്ട് നിങ്ങളുടെ ചുറ്റിനും വിശ്വാസമുള്ളവർ. അതിൽ നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ളവരെ മാത്രം നിങ്ങളുടെ കൂടെ ചേർത്താലും മതി. പിന്നെ അതുപോലെ ഒരു 6 ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ നിങ്ങളെ കൂടെ വന്നിരിക്കുന്ന ഈ മൂന്നാമത്തെ ആൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ഒരാളാണ്, നിങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അതുപോലെ ലാസ്റ്റായിട്ട് ഒരു ഹെർമിറ്റ് റിവേഴ്സും അതുപോലെ ഒരു കപ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു അഡ്വൈസാണ്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു ഹെർമിറ്റ് മോഡാണെങ്കിൽ, അതായത് എല്ലാവരിൽ നിന്നും ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അത് അവസാനിച്ച് മറ്റുള്ള എല്ലാവരോടും നിങ്ങൾ കണക്റ്റ് ആവുക എന്നാണ്. അപ്പോൾ കണക്റ്റ് ആയതിനു ശേഷം അവരോടും ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചൊരു തീരുമാനം ഉണ്ടാക്കിയെടുക്കണം. ഇനി വേണമെങ്കിൽ നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞൊരു ക്ലിയർ ആവുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാർട്ട്ണർഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്യാം എന്നുമാണ് യൂണിവേഴ്സ് തരുന്ന ഒരു അഡ്വൈസ്. ഈ കാർഡുകൾ നോക്കുമ്പോൾ 2 ചക്ര ബ്ലോക്കേജസ് ഉണ്ട്. ഒന്ന് റൂട്ട് ചക്ര ബ്ലോക്കേജും ഒന്ന് ഹാർട്ട് ചക്ര ബ്ലോക്കേജും. റൂട്ട് ചക്ര ബ്ലോക്കേജ് എന്ന് പറയുമ്പോൾ ആൻഷ്യസ്, ഇൻസെക്യൂരിറ്റി, ഫിയർ ഓഫ് ഡിസ്ട്രസ്റ്റ് ഇതൊക്കെ വരും. ഇപ്പോൾ റൂട്ട് ചക്ര ബ്ലോക്കേജസ് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യണം. എന്ത് പ്രാക്ടീസ് ചെയ്യണം? മെഡിറ്റേഷൻ, യോഗ, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ ഹാർട്ട് ചക്ര ബ്ലോക്കേജ് വരുന്നതെന്ന് വെച്ചാൽ ഇമോഷണൽ പെയിൻ, അതുപോലെ ഡിഫിക്കൽട്ടി ഇൻ ഓപ്പണിങ് അപ്പ്, ടോക്കിംഗ്, ഇതൊക്കെയാണ്. അപ്പോൾ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വർക്ക് ഓൺ ഫോർഗീവ്നെസ്, ഓപ്പൺ യുവർ ഹാർട്ട് ടു ട്രസ്റ്റ്, അതുപോലെ ലീൻ ഓൺ ഫ്രണ്ട്സ്. എങ്ങനെയുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് ലീൻ ചെയ്യുക? നിങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തരായിട്ട് തോന്നുന്ന ഫ്രണ്ട്സിനോട് മാത്രം ഈ കാര്യങ്ങളോട് സംസാരിക്കുക. വീണ്ടും നല്ല തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ്. താങ്ക് യു ഫോർ ഹിയറിംഗ്. ബൈ.